ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് USSുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സാമൂഹ്യ ശാസ്ത്രത്തിലെ SS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ പറയുന്ന സമയത്തും എന്ത് ചെയ്യാതെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞ് പഠിക്കുക. അതേപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ നേരെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. നമുക്ക് ആദ്യത്തെ ചോദ്യം ഇതാണ്: അക്ബറുടെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി ആരാണ്? അക്ബറിൻ്റെ സദസ്സിലെ ഏറ്റവും പ്രശസ്തനായ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷനുകൾ, ഓപ്ഷൻ A, B, C, D എന്നിവ നൽകിയിട്ടുണ്ട്. ഫെയ്സി ആണോ, അബുൽ ഫസൽ ആണോ, തുളസിദാസ് ആണോ, ജയദേവനാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ആരാണ്? യെസ്, ഉത്തരം തുളസിദാസ്. നമുക്കറിയാം എന്നാണല്ലേ. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ അല്ലേ? നേരെ അക്ബർ പ്രോത്സാഹിപ്പിച്ച ഗ്വാളിയോറിലെ സംഗീതജ്ഞനാരാണ്? സൂർദാസ്, ബീർബൽ, തൊഡർമാൾ, താൻസൻ. ഓക്കെ, അക്ബർ പ്രോത്സാഹിപ്പിച്ച ഗ്വാളിയോറിലെ ആ ഒരു വളരെ പ്രസിദ്ധനായ സംഗീതജ്ഞനാണ് താൻസൻ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള ഒരാൾ കൂടിയാണ് താൻസൻ. റെഡി അല്ലേ? അടുത്ത ചോദ്യം: അക്ബറുടെ സദസ്സിലെ അന്ധകവി ആരാണ്? രാംദാസ്, സൂർദാസ്, ഫെയ്സി, താൻസൻ. ഓക്കെ, സൂർദാസ് ആണ് അക്ബറുടെ സദസ്സിലെ അന്ധകവി. റെഡിയാണല്ലോ. അടുത്ത ചോദ്യം: അക്ബറുടെ റവന്യൂ മന്ത്രി ആരാണ്? തൊഡർമാൾ, മാൻസിംഗ്, ബൈറാം ഖാൻ, ഫെയ്സി. ഇതിൽ അക്ബറുടെ റവന്യൂ മന്ത്രി എല്ലാം നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ, ആരെയും നിങ്ങൾ വിട്ടു പോകുന്നില്ല. അപ്പോൾ അക്ബറുടെ റവന്യൂ മന്ത്രി ആര് എന്ന ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? തൊഡർമാൾ എന്നുള്ള ഓപ്ഷൻ A ആണ് നിങ്ങൾ ബബിൾ ചെയ്യേണ്ടത് കേട്ടോ. റെഡിയാണല്ലേ? അടുത്ത ചോദ്യം: രാമചരിതമാനസം, വിനയപത്രിക എന്നിവ രചിച്ചതാരാണ്? 4 ഓപ്ഷനുകൾ: താൻസൻ, സൂർദാസ്, തുളസിദാസ്, ഫെയ്സി. അപ്പോൾ രാമചരിതമാനസം അതേപോലെ വിനയപത്രിക എന്നീ കൃതികൾ രചിച്ച വ്യക്തി ആര് എന്നുള്ള ചോദ്യം വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഉത്തരം പറയണം. ഉത്തരം തുളസിദാസ്. റെഡിയാണല്ലോ. 22ാമത്തെ ചോദ്യം അല്ലേ? ഫത്തേപൂർ സിക്രിയിൽ ബുലന്ദ് ദർവാസ, അതേപോലെ ജോധാബായിയുടെ കൊട്ടാരം, പഞ്ചമഹൽ എന്നിവ നിർമ്മിച്ചതാരാണ്? ഫത്തേപൂർ സിക്രിയിൽ കേട്ടോ. റെഡിയാണല്ലോ. അപ്പോൾ ഫത്തേപൂർ സിക്രി എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ജഹാംഗീർ ആണോ, ഷാജഹാൻ ആണോ, ഹുമയൂൺ ആണോ, അക്ബർ ആണോ? അല്ലേ? ഫത്തേപൂർ സിക്രി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആളാരാണ്? അക്ബർ ആണ്. യു ആർ കറക്റ്റ്. റെഡി. അക്ബർ ചക്രവർത്തി. ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതാര്? ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചതാര്? അക്ബർ, ഔറംഗസേബ്, ഷാജഹാൻ, ബാബർ. ഓക്കെ, അക്ബറാണ് ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചത്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു ചോദ്യം പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫത്തേപൂർ സിക്രിയുടെ കവാടം. ഓക്കെ, A, B, C, D എന്നിവയിൽ ഏതാണ് ഫത്തേപൂർ സിക്രിയുടെ കവാടം? ഗുനി ദർവാസ, ഇന്ത്യ ഗേറ്റ്, ബുലന്ദ് ദർവാസ, ചാർമിനാർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാം എന്താണ്? ബുലന്ദ് ദർവാസയാണ് ഫത്തേപൂർ സിക്രിയുടെ കവാടം എന്നറിയപ്പെടുന്നത്. ഏത് പ്രദേശം കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കാണ് അക്ബർ ബുലന്ദ് ദർവാസ നിർമ്മിച്ചത്? ഓക്കെ, നമുക്കറിയാം ഫത്തേപൂർ സിക്രിയുടെ കവാടമാണ് ബുലന്ദ് ദർവാസ. ഈ ഒരു കവാടം ഏത് പ്രദേശം കീഴടക്കിയതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അക്ബർ നിർമ്മിച്ചിട്ടുള്ളത്? ഓക്കെ, റെഡിയാണല്ലോ. കാശ്മീരാണോ, സിന്ധാണോ, ഗുജറാത്താണോ, മാൽവയാണോ? അതെ, ഗുജറാത്ത്. റെഡിയല്ലേ? അടുത്ത ചോദ്യം: അക്ബറുടെ ആരാധ്യ പുരുഷനായിരുന്ന ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലാഹോർ, ഫത്തേപൂർ സിക്രി, കാബൂൾ, ഡൽഹി. എവിടെയാണ്? അതെ, ഉത്തരം ഫത്തേപൂർ സിക്രി. അക്ബറുടെ കാലത്തെ മന്ദിരങ്ങൾ പ്രധാനമായും എന്ത് ഉപയോഗിച്ചായിരുന്നു നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്? ചുവന്ന മണൽക്കല്ല്, വെളുത്ത മണൽക്കല്ല്, കരിങ്കല്ല്, മാർബിൾ. ഏതാണ്? അതെ, ചുവന്ന മണൽക്കല്ല് ഉപയോഗിച്ചിട്ടായിരുന്നു അന്ന് അക്ബറുടെ കാലത്ത് മന്ദിരങ്ങൾ പ്രധാനമായിട്ടും. അത് ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം? പോയാൽ കാണാൻ സാധിക്കുന്നതാണ്. റെഡിയല്ലേ? ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലമാണ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ അഗസ്റ്റിയൻ കാലഘട്ടം എന്നറിയപ്പെടുന്നത്? ജഹാംഗീർ, അക്ബർ, ഷാജഹാൻ, ഹുമയൂൺ. ഉത്തരം അക്ബർ ചക്രവർത്തി.
അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? എവിടെ നിന്നാണ് അക്ബർ മനസബ്ദാരി സമ്പ്രദായം കടം കൊണ്ടത്? അഫ്ഗാനിസ്ഥാനിൽ നിന്നാണോ, തുർക്കിയിൽ നിന്നാണോ, മംഗോളിയയിൽ നിന്നാണോ, അതോ പേർഷ്യയിൽ നിന്നാണോ എന്നാണ് ചോദ്യം. ഉത്തരം തുർക്കിയിൽ നിന്നാണ് അക്ബർ മനസബ്ദാരി സമ്പ്രദായം കടമെടുത്തത്. അടുത്ത ചോദ്യം, അക്ബറെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യമതം ഏത്? അക്ബറിൻ്റെ മതമല്ല, ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അന്യമതം ഏതാണെന്നാണ് ചോദ്യം. പാഴ്സിയാണോ, ജൈന മതമാണോ, ഹിന്ദു മതമാണോ, ക്രിസ്തു മതമാണോ? ഓക്കെ, ഉത്തരം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്രിസ്തു മതമാണ്. റെഡിയാണല്ലോ? എന്താണ്? ക്രിസ്തു മതമാണ്. റെഡിയല്ലേ? ദെൻ ഇത് നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ചോദ്യം കൂടിയാണ്. ഓക്കെ, 31 കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? 32 ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത്? ഓക്കെ, ഷാജഹാൻ, ജഹാംഗീർ, ഹുമയൂൺ, അക്ബർ ചക്രവർത്തി. ഓക്കെ, ആരാണ്? യെസ്, ഉത്തരം അക്ബർ ചക്രവർത്തിയുടെ കാലത്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലണ്ടനിൽ സ്ഥാപിതമായത്. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ശ്രദ്ധിക്കാം. അക്ബർ 1580 തൻ്റെ സാമ്രാജ്യം എത്ര സുബകളായി വിഭജിച്ചു? ഉത്തരം കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓപ്ഷൻ എ 12, ബി 10, സി 9, ഡി 8. ഓക്കെ, അപ്പോൾ അക്ബർ 1580 തൻ്റെ സാമ്രാജ്യം എത്ര സുബകളായി വിഭജിച്ചു എന്നത് കൃത്യമായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.